ാണ്. മോദി ഭരണത്തിൻ്റെ ഒന്നാം ടൈമിൽ ഭാരതത്തിലെ പാവപ്പെട്ടവർക്ക് കിട്ടിയ സഹായത്തിന് അവരുടെ നന്ദി കൂടിയാണ് രണ്ടാം ടൈമെന്ന് പറയാമെങ്കിലും രണ്ടാം ടൈമിൽ അവരുടെ ആഗ്രഹങ്ങൾ കൂടുകയായിരുന്നു. നരേന്ദ്രമോദി തൻ്റെ മൂന്നാം ടൈമിലും ഇനിയും ഭാരതത്തിൽ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാത്ത അതീവ ദരിദ്രർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ തുടരുകയാണ്. തീർച്ചയായും അത് തുടരുകയും വേണം. പക്ഷേ അതീവ ദരിദ്ര വിഭാഗത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നവരുടെ ആഗ്രഹം കൂടുകയാണ്. നരേന്ദ്രമോദി അതിനുകൂടി പ്രാധാന്യം കൊടുക്കാതെ പഴയ പദ്ധതികൾ തുടരുമ്പോൾ അവർ കോൺഗ്രസ് മോഹിപ്പിച്ച മാസാമാസമുള്ള ഘടാഘട്ട് 8500 പിന്നാലെ പോയത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായതാണ്. അതായത് അത്തരം ആളുകളുടെ വോട്ട് ഒരിക്കലും സേഫല്ല, അത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതേസമയം തന്നെ BJPയുടെ സ്ഥിരം വോട്ടർ എന്നത് ഇവിടുത്തെ മിഡിൽ ക്ലാസും ടാക്സ് കൊടുത്ത് ജീവിക്കുന്നവരുമാണ്. അവർക്ക് ഇളവുകളൊന്നും കൊടുക്കാതെ അവരെ കേന്ദ്ര ഗവൺമെൻറ് ഒരു ധനസമ്പാദന മാർഗമായി മാത്രം കാണുന്നത് ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ ഉൾപ്പെടെ ഈ ടാക്സ് പേയറിൽ വളരെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രിയും പ്രധാനമന്ത്രിയും അത് വേണ്ട വിധം അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും പാടുപെടും. 1980കളിലെയും 90കളിലെയും ചെലവുകൾ വെച്ചാണ് ഇപ്പോഴും ഇൻകം ടാക്സിൻ്റെ പരിധികൾ നിശ്ചയിക്കുന്നത്. ഇത് ഈ രാജ്യത്തിൻ്റെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അറിയാത്ത കാര്യമല്ല. And I think I would respect that. And that thought is, look, what do we get for the tax that we pay? Exactly. This has been a question, I think, now for 50 years. Correct. Because the taxpayer thinks, my road doesn't improve. I don't get proper drinking water in my house. Yeah. 3-phase electricity also was something very aspirational. Yeah. And then going to a proper hospital was a big thing. Private sector probably showed the way, saying better quality medical attention is available, but government hospitals were not really up to it. So you thought even if you were paying only 100 rupees towards tax, you thought my 100 rupees is important for me. And truly, it is important for everybody. But in that 100 rupees, I don't seem to get anything better. No value for money. So that anxiety still holds. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ കണ്ണടയ്ക്കുന്നതാണെന്ന് നന്നായി മനസ്സിലാക്കുന്ന ആ ടാക്സ് പേയേഴ്സ് അവരുടെ ക്ഷമയുടെ നെല്ലിപ്പടി കടന്നിരിക്കുന്നു. അതിൻ്റെ കൂടി ഉദാഹരണമാണ് 400 പാർ ഇത്തവണ സംഭവിക്കാതെ പോയതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലാണെന്നത് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ടാക്സ് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് പലരും രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ഉൾപ്പെടെ UPI ഇടപാടിൽ പണം സ്വീകരിക്കുന്നത് ഒഴിവാക്കിയിരിക്കുന്നു. അതിൻ്റെ കാരണമെന്നതും അവർ ടാക്സ് പരിധിയിലേക്ക് വരുന്നു എന്നത് തന്നെയാണ്. സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞതുപോലെ ഒന്നുകിൽ ഇൻകം ടാക്സ് ഒഴിവാക്കി പർച്ചേസ് ടാക്സുകൾ ഉയർത്തുക, പണമുള്ളവൻ കൂടുതൽ വാങ്ങട്ടെ, അതിനനുസരിച്ച് ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ ടാക്സ് അടയ്ക്കട്ടെ. പണമില്ലാത്തവൻ അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ്റെ കയ്യിലുള്ള പണം അനുസരിച്ച് മാത്രം രാജ്യത്ത് ചിലവാക്കട്ടെ, അപ്പോൾ അതിൻ്റെ ടാക്സ് അവൻ അടയ്ക്കുകയും ചെയ്യും. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചെയ്യണം. കൊട്ടിഘോഷിച്ച് രാജ്യത്ത് നടപ്പിലാക്കിയ GSTയിൽ മദ്യവും പെട്രോളും ഡീസലും അടക്കം എല്ലാം ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയേ മതിയാകൂ. മറ്റൊന്ന്, നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന വേഗതയിൽ ഓടിയെത്താൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ പലരും കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്നു. അവരുടെ വിരോധവും നരേന്ദ്രമോദി പിടിച്ചു വാങ്ങുകയാണ്. ഉദാഹരണത്തിന് റെയിൽവേയിൽ സമയം കൃത്യമായി പാലിക്കണമെന്നുള്ള നിർദ്ദേശം അവരിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു. വേണ്ടത്ര സുരക്ഷാ പരിശോധനകൾ നടത്താതെ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുകൾ വിടേണ്ടി വരുന്നു. അതൊക്കെ അപകടങ്ങൾക്ക് കൂടി കാരണമാകുന്നു. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വേണം. അത് എല്ലായിടത്തും കൃത്യമായി ഇതുവരെയും എത്തിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. റെയിൽവേയിൽ തന്നെ തീപിടുത്തം ഒഴിവാക്കാൻ പാൻട്രി കാറുകൾ ഒഴിവാക്കി പുറത്തു നിന്ന് കാറ്ററിംഗ് വഴി ഭക്ഷണം നൽകാൻ തീരുമാനിച്ചത് നല്ല കാര്യമാണെങ്കിൽ തന്നെയും അങ്ങനെ ഏർപ്പെടുത്തുമ്പോൾ ട്രെയിനിനുള്ളിലെ യാത്രക്കാർക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ ശേഖരണ വിതരണത്തിൽ വൃത്തി കുറയുന്നു എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ സൈനികർക്ക് വേണ്ടി വൺറാം കൺവെൻഷനും മികച്ച ആയുധങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അവർക്കൊപ്പം എല്ലാ വർഷവും ദീപാവലി ആഘോഷിച്ചതുകൊണ്ടും ജനങ്ങളോട് സൈനികരെ ആദരിക്കണം എന്ന് പറയുന്നതുകൊണ്ടും അവരുടെ ഹൃദയം കവരാൻ കഴിഞ്ഞേക്കും. പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ വോട്ട് കിട്ടാൻ അതുമാത്രം പോരാ. ഇപ്പോഴും ഓഫീസർമാരുടെ പാദസേവ ചെയ്യുന്ന കാര്യത്തിൽ കൂലിവേല പോലെ സൈനിക ജോലി ചെയ്യേണ്ടി വരുന്നവരുടെ വേദന തീർച്ചയായും അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. സൈന്യത്തിൽ കഴിവുറ്റ യുവത്വം വർദ്ധിപ്പിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് നരേന്ദ്രമോദി അഗ്നിവീർ എന്ന പദ്ധതി തുടങ്ങിയത്. മാത്രമല്ല, മോദിയുടെ ഈ അവസാന പവർ പ്ലേ ഭരണത്തിൽ POKയ്ക്ക് മേൽ ഇന്ത്യ ഇടപെടുമെന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും ചൈനയുടെ പ്രതിഷേധം ആക്രമണമായി പോലും ഭവിച്ചേക്കാം. അതായത് ഒരു യുദ്ധം പ്രതീക്ഷിച്ച് തന്നെയാണ് നരേന്ദ്രമോദി തൻ്റെ സൈന്യത്തെ ശാക്തീകരിക്കുന്നത്. അത് രാജ്യത്തിന് വേണ്ടതുമാണ്. പക്ഷേ ഇതേ അഗ്നിവീർ പദ്ധതി പ്രകാരം 6 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ ഒരു ജോലി മാത്രമായി ചിന്തിച്ചു വരുന്ന ആയിരങ്ങളിൽ പലർക്കും അതൊരു വരുമാന അടിത്തറ മാത്രമാണ്.
അതുകൊണ്ട് തന്നെ ഒരു സാധാരണ സൈനികൻ ചെയ്യും പോലെ ആത്മാർത്ഥത പലതും പഠിച്ചെടുക്കുന്നതിൽ അഗ്നിവീറിലെ പലരും കാണിക്കുന്നില്ല. അങ്ങനെയാണ് സൈനിക സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, അഗ്നിവീറിൻ്റെ പേരിൽ 6 വർഷത്തെ കരാറടിസ്ഥാനത്തിൽ സൈനിക ജോലിക്ക് വരുന്ന ഇന്നത്തെ കാലത്തെ പല യുവാക്കളും പഴയ പോലെ ഓഫീസർമാരുടെ വിടുപണി ചെയ്യാൻ തയ്യാറുമല്ല. കാലം മാറിയതറിയാതെ ഓഫീസർമാർ പട്ടാളച്ചിട്ട പോലെ അഗ്നിവീറുകളെ അവരുടെ വീട്ടിലെ ജോലിക്കാരായി കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന നല്ല അഗ്നിവീറുകൾ ഓഫീസർമാരുടെ കണ്ണിൽ കരടാവുകയും പകരം കഴിവില്ലാത്ത പലരും ഒരു സ്ഥിര ജോലി ആഗ്രഹത്താൽ ഇതേ ഓഫീസർമാർക്ക് അടിമപ്പണിയെടുത്ത് ജോലിയിൽ സ്ഥിരത നേടുകയും ചെയ്യും. ഫലത്തിൽ നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന അഗ്നിവീർ അഴിമതിക്കുള്ള ഒരു വളമായി കൂടി മാറുകയാണ്. 1 വർഷത്തെ ശമ്പളം പോലും കൈക്കൂലി കൊടുത്ത് അഗ്നിവീറുകളിലെ കഴിവില്ലാത്ത പലരും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് സ്ഥിരത നേടുകയും ചെയ്യും. സൈന്യത്തെ ശക്തിപ്പെടുത്താൻ കൊണ്ടുവന്ന അതേ അഗ്നിവീർ ഫലത്തിൽ കഴിവും ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടമായി മാറുകയും ചെയ്തേക്കാം. എല്ലാവരും അങ്ങനെയാണെന്നല്ല, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് സൈനിക സുഹൃത്തുക്കൾ തന്നെ പറയുന്നത്. ഇതിൽ കൃത്യമായ ഇടപെടലുകൾ പ്രതിരോധ മന്ത്രാലയം ചെയ്യണം. അഗ്നിവീറുകളുടെ കഴിവും ആത്മാർത്ഥതയും മാത്രമാകണം അവരെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡം. അല്ലാതെ ഓഫീസർമാർക്ക് വിടുപണി ചെയ്യുകയും ചംചയടിക്കുകയും ചെയ്യുന്നവരെ ആകരുത് സ്ഥിരപ്പെടുത്തുന്നതെന്ന് സർക്കാർ ഉറപ്പിക്കണം. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ പരമ്പരാഗത വൈദ്യത്തിന് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അമിത പ്രാധാന്യം നൽകുമ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കടുത്ത എതിർപ്പുകൾ നരേന്ദ്രമോദിക്കെതിരെയുണ്ട്. ഡോക്ടർമാരും അവരുടെ സംഘവും പരമാവധി രോഗികളിലേക്കും അടുത്ത തലമുറയിലെ ഡോക്ടറാകാൻ പോകുന്ന വിദ്യാർത്ഥികളിലേക്കും അത് പകർന്നു നൽകുന്നുമുണ്ട്. മോദി ഭരണത്തിൻ്റെ വികസന വേഗതയിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന വ്യവസായികൾക്ക് പരസ്യമായി ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാൻ കഴിയില്ല എന്നതും അവരുടെ സംഭാവനകൾ മതേതരത്വം പോലെ എല്ലാ പാർട്ടിക്കും ഒരുപോലെ പോകുന്നതും ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കാര്യത്തിലും നരേന്ദ്രമോദിയെ കണ്ണടച്ച് പിന്തുണയ്ക്കാൻ മുന്നിൽ നിൽക്കുന്ന പ്രവാസികൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ടാക്സും അടയ്ക്കുന്നില്ല, വോട്ടും ചെയ്യുന്നില്ല. ഒന്നാം തരം തള്ളു മാത്രമാണ് പ്രവാസികളുടെ സംഭാവന എന്നതൊരു നഗ്ന സത്യം മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയേക്കാൾ ഇന്ന് യുവാക്കൾ വിശ്വസിക്കുന്നത് ധ്രുവരാത്തിമാരെയാണ്. ഒരു ധ്രുവരാത്തിയല്ല, പല ധ്രുവരാത്തിമാരുണ്ട്. അവർക്ക് പിന്നാലെ പോകുന്ന 2014 മുൻപത്തെ ഇന്ത്യയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത ഇൻസ്റ്റഗ്രാം യുവാക്കളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടത് ചെയ്തേ മതിയാകൂ. അതിന് ഗെയിം കളിക്കുന്ന കുട്ടികളെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്തിയാൽ മാത്രം പോരാ. നരേന്ദ്രമോദിക്കും രാജ്യത്തിനും വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആയിരക്കണക്കിന് യൂട്യൂബർമാർ ഇന്ത്യയിലുണ്ട്. അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാൻ ഭാരതം ഭരിക്കുന്ന സർക്കാർ ശ്രമിക്കണം. അവരെ പലരും ഉപദ്രവിക്കുമ്പോൾ, വേട്ടയാടുമ്പോൾ ഞങ്ങൾ ഭരണകൂടം കൂടെയുണ്ട് എന്ന് അവർക്ക് തോന്നും വിധം ഒരു താങ്ങ് അവർക്ക് നൽകണം. കൂടാതെ ഇന്നത്തെ ഈ ആധുനിക AI കാലത്ത് വരുന്ന ഫേക്ക് ന്യൂസുകൾക്കും നെഗറ്റീവുകൾക്കുമെതിരെ ശരിക്കും ഫാസിസം കാണിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകണം. ഗാന്ധി കുപ്പായം അഴിച്ചുവെച്ച് വിദേശ ഭരണാധികാരികൾക്കും രാജ്യങ്ങൾക്കും എന്തു തോന്നും എന്ന് ചിന്തിക്കാതെ ഭാരതത്തിന് വേണ്ടി ആത്മാർത്ഥമായി ചിന്തിച്ചേ മതിയാകും. അതായത് ഉത്തമ, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. ബൂർഷകളും തക്കം പാർത്തിരിക്കുകയാണ് എന്ന് തീർച്ചയായും നരേന്ദ്രമോദിയും ഓർക്കണം. കുമാരപിള്ള സാർ പറയുന്നതിലും കാര്യമുണ്ട് എന്നർത്ഥം. ജാഗ്രത, ജാഗ്രത.